أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويقول الإنسان أإذا ما مت لسوف أخرج حيا أولا يذكر الإنسان أنا خلقناه من قبل ولم يك شيئا فوربك لنحشرنهم والشياطين ثم لنحضرنهم حول جهنم جثيا ثم لننزعن من كل شيعة أيهم أشد على الرحمن عتيا. صدق الله. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് മറിയമിലെ 66, 67, 68, 69 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയഖൂലുൽ ഇൻസാനു അഇദാ മാ മിത്തു ലസൗഫ ഉഖ്റജു ഹയ്യാ. വയഖൂലുൽ ഇൻസാനു, മനുഷ്യൻ ചോദിക്കുന്നു, ഐദാമ മിത്തു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ലസൗഫ ഉഖ്റജു ഹയ്യ, ഞാൻ ജീവനോടുകൂടി പിന്നീട് പുറപ്പെടുവിക്കപ്പെടുമോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ജീവനുള്ളവനായി പിന്നീട് പുറപ്പെടുവിക്കുമോ എന്ന് മനുഷ്യൻ ചോദിക്കുന്നു. അവലാ യദ്കുറുൽ ഇൻസാനു, മനുഷ്യൻ ഓർമ്മിക്കുന്നില്ലേ, മനുഷ്യന് ഓർമ്മ വരുന്നില്ലേ? അന്നാ ഖലഖനാഹു, നാമാണ് അവനെ സൃഷ്ടിച്ചത് എന്ന്. വലം യക്കു ശൈഅ, അവൻ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ, ഒന്നുമല്ലാത്ത ഘട്ടത്തിൽ നാമാണ് ആദ്യം അവനെ സൃഷ്ടിച്ചത് എന്ന് മനുഷ്യൻ ഓർമ്മിക്കുന്നില്ലേ? ഫവറബ്ബിക, എന്നാൽ നിന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം, നിന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം. ലനഹ്ശുറന്നഹും, നാം അവരെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. ലനഹ്ശുറന്നഹും, അവരെ നാം ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. വശയാത്തീന, പിശാചുക്കളെയും ഒരുമിച്ച് കൂട്ടും, അവരെയും ഒരുമിച്ച് കൂട്ടും, പിശാചുക്കളെയും ഒരുമിച്ച് കൂട്ടും. സുമ്മ ലനുഹ്ളിറന്നഹും, പിന്നെ നാം അവരെ ഹാജരാക്കും, പിന്നീട് നാം അവരെ ഹാജരാക്കും. ഹൗല ജഹന്നമ, നരകത്തിന് ചുറ്റുമായിട്ട്, പിന്നീട് നാം അവരെ നരകത്തിന് ചുറ്റുമായിട്ട് ഹാജരാക്കും. ജസിയ, മുട്ട് കുത്തിയവരായിട്ട്, കാൽമുട്ട് കുത്തിയവരായിട്ട്, അങ്ങനെയാണ് നരകത്തിന് മുമ്പിൽ ഹാജരാക്കുക. സുമ്മല നൻസിഅന്ന, പിന്നെ നാം തിരഞ്ഞെടുക്കും, വേർതിരിച്ച് നിർത്തും. സുമ്മല നൻസിഅന്ന മിൻ കുല്ലി ശിഅത്തിൻ, ഓരോ വിഭാഗത്തിൽ നിന്നും, ഓരോ കക്ഷിയിൽ നിന്നും നാം വേർതിരിച്ച് നിർത്തും. അയ്യുഹും, അവരിൽ ആരാണ്, അശദ്ദു അലർ റഹ്മാനി ഇതിയ, പരമകാരുണികനോട് ഏറ്റവും കൂടുതൽ ധിക്കാരം കാണിച്ചവർ, പടച്ച തമ്പുരാനോട് ഏറ്റവും കൂടുതൽ ധിക്കാരം കാണിച്ചവർ ആരാണ് എന്ന് നോക്കിയിട്ട് അവരെ നാം വേർതിരിച്ച് നിർത്തും, അവരെ നാം തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തും. ഇവിടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, അതിൽ നേരിടുന്ന വിഷമം ക്ഷമിക്കാനും കൽപ്പിച്ചപ്പോൾ അവർ ചോദിക്കണം, ഈ ഇബാദത്ത് കൊണ്ട് ഈ ലോകത്ത് എന്തായാലും വലിയ ഗുണമൊന്നുമില്ല, പരലോകമെന്ന് പറയുന്നത് തൊട്ടില്ല തന്നെ, അപ്പോൾ പരലോകമുണ്ട് എന്നും
പരലോകം വിടാതെ പിടികൂടുമെന്നും കൃത്യമായി അള്ളാഹു ഇവിടെ വിവരിക്കുകയാണ്. ഇവിടെ ആളുകൾ ചോദിക്കണം, മരിച്ചു പോയാൽ പിന്നീട് പുറപ്പെടുവിക്കുമോ? അതോടുകൂടി എല്ലാം തീരൂലേ? പിന്നീട് ജീവനുണ്ടാവുമോ എന്ന് ചോദിക്കാം. തുടർന്ന വാക്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദമായിട്ട് മറുപടി പറയണം. മനുഷ്യൻ ചിന്തിക്കുന്നില്ലേ, അവന് ഒന്നുമല്ലാത്ത സന്ദർഭത്തിൽ നാം അവനെ സൃഷ്ടിച്ചു. ഒന്നിൽ നിന്നും അല്ലാതെ സൃഷ്ടിക്കാൻ അവന് കഴിഞ്ഞെങ്കിൽ മരണശേഷം മടക്കിക്കൊണ്ട് വരിക എന്നത് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണല്ലോ. ഒന്നുമില്ലാത്ത സമയത്ത് അവനെ സൃഷ്ടിച്ചെന്ന് വിചാരിച്ചാൽ പിന്നെ ആ മരിച്ച ആ ആളെ വീണ്ടും സൃഷ്ടിക്കുന്നതിൽ എന്ത് പ്രയാസമാണ് അള്ളാഹ്ക്ക് ഉണ്ടാവുക? പുനർജന്മത്തിന് തെളിവ് കൊണ്ടുവരാൻ ലോകത്തുള്ളവരോട് എല്ലാവരും ശ്രമിച്ചാലും ഇത്ര ചുരുങ്ങിയ വാക്കുകളിൽ സമർത്ഥിക്കാൻ വേറെ ആർക്കും കഴിയില്ല എന്നുള്ളതാണ്. പുനഃസൃഷ്ടി പ്രഥമ സൃഷ്ടിയേക്കാൾ എളുപ്പമുള്ള കാര്യമാണ്. അവയെ ആദ്യമായി സൃഷ്ടിച്ചവൻ വീണ്ടും ജീവിപ്പിക്കും എന്ന വാചകം അവൻ സൃഷ്ടി പ്രക്രിയ തുടങ്ങിയവനാണ്. പിന്നീടാണ് അതിനെ മടക്കി അയച്ചത്. ആ മടക്കി അയച്ചതിനെ വീണ്ടും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവുമില്ല എന്ന് വളരെ വ്യക്തമാക്കി കൊടുക്കുകയാണ് ഇവിടെ. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫവറബ്ബിക ലനഹ്ശുറന്നഹും വശയാത്തീന സുമ്മ ലനുഹ്ളിറന്നഹും ഹൗല ജഹന്നമ ജിസിയ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നത് നരകത്തിന് ചുറ്റുമായിട്ടാണ്. ഒരുമിച്ച് കൂട്ടുന്നത് മുട്ടുകുത്തിയ നിലയിലാണ്. അഥവാ നരകത്തിന് ചുറ്റും ആദ്യമായി നിഷേധികളായ ആളുകളെ കൊണ്ടുവരുന്നത് മുട്ടുകുത്തിയ കാൽമുട്ട് കുത്തിയ അവസ്ഥയിലായിരിക്കുന്ന. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആളുകളെ കൊണ്ടുവരുന്ന രീതി അവരെ മാത്രമല്ല പിശാചുക്കളെയും അതുപോലെ തന്നെ അവിടെ ഹാജരാക്കുന്നുള്ളതാണ്. അവരെയും അവരെ പിഴപ്പിച്ച പിശാചുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിൽ ഹാജരാക്കും. അന്ത്യനാളിൽ ഭയാനകത അനുഭവിക്കുന്നതിനാൽ അവർക്ക് സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള ത്രാണി ഉണ്ടാവില്ല എന്നുള്ളതാണ്. അവർക്ക് പൊന്തി നിൽക്കാൻ കഴിയില്ല. സ്വന്തം കാലിൽ എണീറ്റ് നിൽക്കാൻ അവർക്ക് പറ്റില്ല. ഇതാണ് സ്ഥിതിയെങ്കിൽ ഈ സത്യനിഷേധികളുടെ അവസ്ഥ എന്തുമാത്രം ഭയങ്കരമായിരിക്കും എന്നതുകൂടി ഇവിടെ സൂചിപ്പിക്കുക. പിന്നീട് അള്ളാഹു അവിടെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്, അല്ലെങ്കിൽ അവിടെ വെച്ചൊരു വേർതിരിവുണ്ട്. സുമ്മ ലനൻസി അന്നാമിൻകുലി ഷിയാത്തിൻ, ഓരോ വിഭാഗത്തിൽ നിന്നും ഓരോ കക്ഷിയിൽ നിന്നും പരമകാരുണികനോട് ഏറ്റവും ധിക്കാരം കാണിച്ച ആൾക്കാരെ നാം വേർതിരിച്ച് നിർത്തും. അതായത് ചെയ്ത ആളുകൾക്ക് ശിക്ഷ ഉണ്ടാവും, പക്ഷേ ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് വല്ലാതെ ബുദ്ധിമുട്ടുകയോ ചെയ്ത ആളുകൾ അവർക്ക് ഇരട്ടി ശിക്ഷ ഉണ്ടാവും. മറ്റുള്ളവരെ പിഴപ്പിച്ച, സ്വയം വഴിപിഴച്ച ആ ആളുകൾക്കുള്ള ശിക്ഷ ആർക്കെങ്കിലും വഴിപ്പെട്ട് പിഴച്ചു പോയ ആളേക്കാൾ കൂടുതലായിരിക്കും എന്നർത്ഥം. വാക്കുകൾക്ക് ദുർവ്യാഖ്യാനം ചെയ്തവൻ്റെ ശിക്ഷ, അത് കേട്ട് അന്ധമായി അനുകരിച്ചു പോയവൻ്റെ ശിക്ഷയേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ആരാണ് ഇത് തുടങ്ങിയത്? ഏറ്റവും കൂടുതൽ തെറ്റ് ആരാണ് ചെയ്തത്? കാരണം അവനാണല്ലോ ചെയ്തത്. മറ്റുള്ള ആൾക്കാർ അവനെ അനുകരിച്ചു പോയി എന്നല്ലോ. അത് ചെറിയ കാര്യമല്ല. അനുകരിച്ചു എന്നുള്ളത് ചെറുതല്ല, വലിയ തന്നെയാണ്. പക്ഷെ അതേസമയം ആരാണോ ആ തെറ്റിലേക്ക് മറ്റുള്ളവരെ വലിച്ചു കൊണ്ടുപോയത് അവർക്ക് അതിനുള്ള ഒരു ശിക്ഷ കൂടി, അഥവാ കടുത്ത ശിക്ഷ ഉണ്ടാവുന്നത്. അങ്ങനെ ഓരോരുത്തരും ചെയ്തത് എത്ര അളവിലാണ് എന്ന് നോക്കിയിട്ട് ആ ഓരോ വിഭാഗത്തെയും വേർതിരിച്ച് ആ ശിക്ഷയുടെ കാഠിന്യം അത് ഓരോരുത്തർക്കും അവരവരുടെ ചെയ്തിക്കനുസരിച്ച് ലഭ്യമാക്കുക തന്നെ ചെയ്യും അല്ലാഹു സുബ്ഹാനഹു വ തആല.
അവിടെ ഒരു തരത്തിലുള്ള സഹതാപവും അവരോട് തോന്നില്ല എന്നർത്ഥം. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഇടയിലൊക്കെ വലിയ വലിയ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കി അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.